Good morning to all. The previous class we discussed about the consumer surplus. Today we continue the topic of consumer surplus. So we can discuss about the assumptions, limitations and the practical importance of consumer surplus. So first we move on the topic assumptions of the theory of consumer surplus. So the previous class we already discussed the consumer surplus. The consumer surplus means get the extra or surplus satisfaction over and above the price we pay. That is called consumer surplus. So we can go into the assumptions of the theory of consumer surplus. So we can discuss or we can already tell the Marshall's concept of consumer surplus is the based on this assumption, or the consumer surplus is mainly based on the assumptions of Marshall. So we can discuss the first point, that is utility can be measured. That means the utility can be measured in quantitatively. നമ്മൾ പറഞ്ഞു യൂട്ടിലിറ്റിയിൽ നമ്മൾ പറഞ്ഞു കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇൻ കേസ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് വി ക്യാൻ കൺസിഡർ ദ കാർഡിനൽ യൂട്ടിലിറ്റി. സോ കാർഡിനൽ യൂട്ടിലിറ്റി നമ്മൾ മീനിങ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഇറ്റ് ക്യാൻ ബി മെഷേർഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി ന്യൂമറിക്കലി മെഷേർഡ്, ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ്ലി. സോ അതാണ് പറയുന്നത് യൂട്ടിലിറ്റി നമ്മൾക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. മെഷർ ചെയ്യാൻ മീൻസ് എങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾക്ക് അല്ലെങ്കിൽ ന്യൂമറിക്കലി നമ്മൾക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഇസ് ദ ഫസ്റ്റ് അസംഷൻസ് ഓഫ് മാർഷൽസ് കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് the marginal utility of money to the consumer remains constant. So in the case of consumer surplus, the money of the consumer remains constant. That means നമ്മൾ കൺസ്യൂമർ സർപ്ലസിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ കൺസ്യൂമറിൻ്റെ മണി, ദാറ്റ് മീൻസ് അവരുടെ ഇൻകം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ലേ, ഒരേപോലെ ആയിരിക്കും. അതായത് ഇപ്പോൾ ജനുവരി ടു ഡിസംബർ വരും, അതായത് എത്രയും മന്ത്സ് ഉണ്ടെങ്കിൽ ആ മന്ത്സിൽ മുഴുവൻ ഇവരുടെ മണി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റേ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ അവരുടെ ഇൻകം ഓർ മണി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതാണ് കൺസ്യൂമറിൻ്റെ മണി കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ടു കൺസ്യൂമർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദ നെക്സ്റ്റ് ഈസ് ദ കമ്മോഡിറ്റി ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. നമ്മൾ പറഞ്ഞു, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ കൺസ്യൂമർ സർപ്ലസ് പഠിച്ചപ്പോൾ നമ്മൾ ഇപ്പോൾ കമ്മോഡിറ്റി ആയിട്ട് എടുത്തത് ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇതിൽ ഡിസ്കസ് ചെയ്തത് എന്തിനെക്കുറിച്ച് മാത്രമാണ്? ഓറഞ്ച് എന്നുള്ളൊരു കമ്മോഡിറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഓറഞ്ച് എന്നുള്ളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഇടയിലേക്ക് ഒരു ആപ്പിളോ ഗ്രേപ്സോ ഒന്നും വന്നിരുന്നില്ല. സോ അതാണ് പറയുന്നത്, ദ കമ്മോഡിറ്റി ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്. അവ കമ്മോഡിറ്റിക്ക് പകരം വയ്ക്കാനായിട്ട് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. എന്താണോ വി ക്യാൻ സെലക്ട് ദാറ്റ് ക്യാൻ ബി മൂവ്ഡ് ഓൺ. അതാണ് പറയുന്നത്, ദ കമ്മോഡിറ്റി ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. The fourth point is the income, taste and fashion of the consumer remains constant. That means നമ്മൾ പറഞ്ഞു കമ്മോഡിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷനും ഉണ്ടായിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇൻകം, ടേസ്റ്റ് ആൻഡ് ഫാഷൻ ഓഫ് ദ കൺസ്യൂമർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ആ പർച്ചേസിങ് ടൈമിൽ ഒരു പെർട്ടിക്കുലർ കൺസ്യൂമറിൻ്റെ ഇൻകം, ടേസ്റ്റ്, ഫാഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ദർ ഈസ് എ നോ ചേഞ്ച്, അവിടെ ഒരു ചേഞ്ചസും വരുന്നില്ല. കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും കൺസ്യൂമറിൻ്റെ ഇൻകം, ടേസ്റ്റ് ആൻഡ് ഫാഷൻ വരുന്നത്. The fifth point is the utility of a commodity depends upon the quantity of that commodity alone. That means എന്താ പറയുന്നത്, utility of the commodity depends on the quantity of the particular commodity. That means നമ്മൾ എന്താണോ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, മെഷർ ചെയ്യുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വി ക്യാൻ കൺസിഡർ എ കൊക്കക്കോള. നമ്മൾ കൊക്കക്കോളയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ദെയർ ക്വാണ്ടിറ്റി ഓൺലി. നമ്മൾ കൊക്കക്കോളയുടെ ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. വി ക്യാൻ നോട്ട് ബി കമ്പയർ വിത്ത് 7up or Pepsi. വി ക്യാൻ ഓൺലി കൺസിഡർ വാട്ട് വി ക്യാൻ ടേക്ക്. അതിൻ്റെ മാത്രം ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. അതാണ് പറയുന്നത് യൂട്ടിലിറ്റി ഡിറൈവ് ഫ്രം ദ കൊക്കക്കോള ഡിപ്പെൻഡ്സ് ഓൺലി ദ ക്വാണ്ടിറ്റി ഓഫ് പെപ്സി ഡസ് നോട്ട് അഫക്റ്റ് ഇറ്റ്. അതാണ് പറയുന്നത്, നമ്മൾ എന്ത് കമ്മോഡിറ്റി ആണോ കൺസിഡർ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ.
The next point is the theory is applicable only the law of diminishing marginal utility is valid. That means നമ്മൾ ഈ തിയറി അപ്ലൈ ചെയ്യുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ കേസസിൽ മാത്രമേ നമ്മുടെ ഈ കൺസ്യൂമർ സർപ്ലസ് തിയറി നമ്മൾക്ക് അപ്ലിക്കബിൾ ആവുള്ളൂ. സോ ദിസ് തിയറി ഈസ് അപ്ലിക്കബിൾ ഓൺലി ദ ലോ ഓഫ് DMU. DMU means diminishing marginal utility. So this theory can be applicable only the law of diminishing marginal utility. So these are the major assumptions of the theory of consumer surplus. Next we move on the topic the limitations or criticisms of the theory of consumer surplus. So നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കൺസ്യൂമർ സർപ്ലസ് എന്നുള്ള തിയറിയുടെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ക്രിറ്റിസിസംസ് ആണ് നമ്മൾ ഈ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ഓൺ ദ ഫോളോയിങ് ഗ്രൗണ്ട്സ്. അതായത് ഈ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഹെഡ്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അതിനകത്ത് ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അൺറിയലിസ്റ്റിക് അസംഷൻസ്. സോ the marginal utility of money cannot be remains constant for the most of the goods. That means നമ്മൾ പറഞ്ഞു നമ്മൾ അസംഷൻസിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് the money of the consumer is constant എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സിൻ്റെ കേസസിലും അല്ലെങ്കിൽ എല്ലാ ഗുഡ്സിൻ്റെ കേസസിലും നമ്മൾക്ക് ഈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കനോട്ട് ബി റിമെയിൻ കോൺസ്റ്റൻറ്റ്. എല്ലാ കേസസിലും നമ്മൾക്ക് ഈ മണി കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നു പറയാനായിട്ട് പറ്റില്ല. സോ കൺസ്യൂമർ സർപ്ലസിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ കൺസ്യൂമേഴ്സിൻ്റെ മണി കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നു. ഇൻ കേസ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് നമുക്ക് എല്ലാ ഗുഡ്സിലും നമ്മൾക്ക് മണി കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുമെന്ന് പറയാനായിട്ട് പറ്റില്ല. ചില ഗുഡ്സിൻ്റെ സിറ്റുവേഷൻസിൽ നമ്മളുടെ മണിയിൽ ചേഞ്ചസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണിയിൽ ചേഞ്ചസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ അതാണ് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അൺറിയലിസ്റ്റിക് അസംഷൻ. അതായത് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടോ അതായത് പ്രസ്ഥാനാവിരുദ്ധം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു അൺറിയലിസ്റ്റിക് അസംഷൻ്റെ ബേസിസിലാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് ഇമേജിനറി മീൻസ് the idea of consumer surplus is a unrealistic and hypothetical. In the words of I.M. Little, the doctrine of consumer surplus is useless theoretical toy. എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിയറി ഓഫ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ലെസ് തിയററ്റിക്കൽ ടോയ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് അതുകൊണ്ട് നമ്മൾക്ക് വലിയ ഉപകാരമൊന്നുമില്ല. ഇറ്റ് ഈസ് എ യൂസ്ലെസ് തിയറി എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മോസ്റ്റ് ദ അസംഷൻസ് ആർ ഇമേജിനറി ആണ്. ഇറ്റ് ഈസ് നോട്ട് എ പ്രാക്ടിക്കൽ. നമുക്കത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇറ്റ് ഈസ് ഇമേജിനറി ഫിഗേഴ്സ് ആണ്. സോ അതാണ് പറയുന്നത് ദ ഐഡിയ ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഈസ് എ അൺറിയലിസ്റ്റിക് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ. ഇതൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് IMD ലിറ്റിൽ പറയുന്നത് ഇറ്റ് ഈസ് എ യൂസ്ഫുൾ തിയററ്റിക്കൽ ടോയ്. അതായത് ഇറ്റ് ഈസ് നോട്ട് എ യൂസ്ഫുൾ ഫോർ ഫർദർ പർപ്പസ്. സോ അതാണ് ഇമേജിനറി എന്നുള്ളൊരു ഹെഡിൽ ഉദ്ദേശിക്കുന്നത്. The third point is it cannot be measured. So we cannot be measured consumer surplus with any measuring rod because it is purely or imaginary. That means നമ്മൾ അസംഷനിൽ പറഞ്ഞു കൺസ്യൂമർ സർപ്ലസസ് നമ്മൾക്ക് മെഷറബിൾ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു കൺസ്യൂമർ സർപ്ലസിൽ നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി ആണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി ന്യൂമറിക്കലി മെഷേർഡ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്യുവർലി അല്ലെങ്കിൽ ഇമേജിനറി ഫിഗേഴ്സാണ് നമ്മൾ ടേക്ക് ചെയ്യുന്നത്. ഇമേജിനറി ഫിഗേഴ്സൊക്കെ എടുക്കുമ്പോൾ ഇറ്റ് ക്യാനോട്ട് ബി കറക്റ്റ്ലി മെഷേർഡ്. നമ്മൾക്ക് ഇമേജിനറി ആവുമ്പോൾ നമ്മൾക്കത് കറക്റ്റ്ലി മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണ്? അതൊരു ഇമേജിനറി ഫിഗറാണ്. ദാറ്റ്സ് നോട്ട് എ correct figure. So it is a imaginary. So it cannot be measured in properly or numerically. So the next limitations is it cannot be measured. അതുകൊണ്ട് ഇത് പ്രോപ്പർലി മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. The next limitation is it does not apply to the necessary of life. That means it does not apply the necessary of life. The idea of consumer surplus does not apply to a vast range of necessary goods like salt, matchbox, bread, etc.
ദാറ്റ് മീൻസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നെസസറി ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ പറഞ്ഞു മെയിൻലി നമ്മൾ കൺസ്യൂമർ സർപ്ലസസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിങ്സിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് നമ്മൾക്ക് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഐറ്റംസ് വെരി സ്മോൾ റേറ്റിൽ നമുക്ക് കിട്ടുന്നതിലാണ് നമ്മൾ കൺസ്യൂമർ സർപ്ലസ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ കേസസിലും നമുക്ക് വാസ്റ്റ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സിൽ നമ്മൾക്ക് ഈ കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളൊരു തിയറി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, if we pay 1000 for a glass of water in the desert and this cost is say ₹10, shall we say it is the consumer surplus equal to 990, that is 1000 minus 10? ഇതിൻ്റെ അകത്ത് പറയുന്നത് നമ്മളൊരു 100 ഗ്ലാസ് ഓഫ് വാട്ടർ 1000 റുപ്പീസിനാണ് ബൈ ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ 10 റുപ്പീസ് നമുക്ക് എന്തുണ്ട് കോസ്റ്റ് കുറവാണ് വരുന്നത്. സോ നമ്മുടെ സർപ്ലസ് എന്ന് പറയുന്നത് എത്ര വരെ 1000 മൈനസ് 10 919 നമ്മൾക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് എല്ലാ കേസസിലും ഇത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതാണ് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് അപ്ലൈ ദ നെസസറി ഓഫ് ലൈഫ്. ദ സർപ്ലസ് ഈസ് ഇൻമെഷറബിൾ ആൻഡ് അൺലിമിറ്റഡ്. സർപ്ലസ് എന്ന് പറയുന്നത് ഇൻമെഷറബിളും അതേപോലെ തന്നെ അൺലിമിറ്റഡും ആയിരിക്കും. ദ നെക്സ്റ്റ് ഈസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കമ്പയർ വിത്ത് ദ കൺസ്യൂമർ സർപ്ലസ് ഓഫ് 2%. സോ എന്താ പറയുന്നത്, നമ്മുടെ കൺസ്യൂമർ സർപ്ലസ് 2%ആയിട്ട് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. It is the point out that the utility of money differ from one person to other. So because the income and wealth of the persons are not the same, as such consumer surplus of one person cannot be compared with that of the other. That means എന്താ പറയണതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മണി, അതായത് ഓരോ പേഴ്സൻ്റെയും ഇൻകം ലെവല് ഡിഫറെൻ്റ് ആയിരിക്കും. ദ ഇൻകം ലെവൽ ഓഫ് വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ഈസ് ഡിഫർ. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവരെ ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, ഒരു പേഴ്സൻ്റെ ഇൻകം ലെവലല്ല വേറൊരു പേഴ്സൻ്റെ ഇൻകം എന്ന് പറയുന്നത്. സോ അതാണ് പറയുന്നത് മണി ഓഫ് ദ പേഴ്സൺ ഈസ് ഡിഫർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ ബിക്കോസ് ദ ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് ദ പേഴ്സൺ ആർ നോട്ട് സെയിം. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഏണിങ്സ് ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവരിലേക്ക് വരുന്ന പ്രയോറിറ്റീസ് വെൽത്ത് ആൻഡ് ഇൻകംസ് എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾക്ക് ഒരു പേഴ്സണെ വേറൊരു പേഴ്സണായിട്ട് കമ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ നോട്ട് പോസിബിൾ. ബിക്കോസ് എന്താണ്, ദ ഇൻകം ലെവൽ ഓർ മണി ലെവൽ ഓഫ് ദ പേഴ്സൺ ഈസ് ഡിഫർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. The last point is it neglects the income effect. That means it neglects the income effect. Professor X criticized the Marshall failed to measure the income effect of the price changes of the commodity on its quantity demanded. That means income effect of the price changes of the commodity. That means എന്താ പറയുന്നത്, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻകം എഫക്റ്റ് നെഗ്ലക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ക്വാണ്ടിറ്റിയിൽ ഡിമാൻഡിൽ വരുന്നതിനും ചേഞ്ച് വരും. നമ്മൾ പറഞ്ഞു പ്രൈസ് കൂടുമ്പോൾ എന്ത് വരും, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ഡിക്രീസ് ആവും, പ്രൈസ് ഡിക്രീസ് ആവുമ്പോൾ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻക്രീസ് ആവും. സോ അതാണ് പറയുന്നത് ഇൻകം എഫക്റ്റ് നമ്മളുടെ പ്രൊഡക്റ്റിലും ചേഞ്ചസ് വരുത്തുമെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇത് ക്രിട്ടിസൈസ് ചെയ്തത്. ഇത് ഇൻകം എഫക്റ്റ് ഓഫ് പ്രൈസ് ചേഞ്ച് ഓഫ് ദ കമ്മോഡിറ്റി ഓൺ ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഇൻകത്തിൽ വരുന്ന ചേഞ്ചസ് നമ്മുടെ പർച്ചേസിങ് പവറിനെയും ചേഞ്ചസ് വരും. ദാറ്റ് മീൻസ് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. സോ അതാണ് പറയുന്നത് ഇൻകം എഫക്റ്റ് ഇതിൻ്റെ അകത്ത് പ്രോപ്പർലി നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ദീസ് ആർ ദ മേജർ ലിമിറ്റേഷൻസ് ഓഫ് consumer surplus. The first one is it is based on the unrealistic assumption. The second is it is a imaginary. The third point is it cannot be measured. The fourth is it does not apply to necessary of life. The fifth is it is difficult to compare the consumer surplus of 2%. The sixth is it neglect the income effect. So these are the major limitations of the law. Next we move on the practical importance of the concept of consumer surplus. The first importance അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമർ സർപ്ലസിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം എന്തൊരു കാര്യമാണെങ്കിലും അതിന് ക്രിറ്റിസിസംസ് ഓൾറെഡി ഉണ്ടാവും. ദാറ്റ് മീൻസ് ലിമിറ്റേഷൻസ് ഓൾറെഡി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് the uses of consumer surpluses. The first point is importance to the government. That means the consumer surplus theory can be applied the government
for the purpose of imposing tax on various commodities. സോ ഇമ്പോർട്ടൻസ് ടു ദ ഗവൺമെൻറ്റിൽ പറയുന്നത് ഈ തിയറി, അതായത് കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഗവൺമെൻറ്റിൽ യൂസ്ഫുൾ ആണ് ഫോർ ദ പർപ്പസ് ഓഫ് എന്തിനാണ്, ഇമ്പോസിങ് ടാക്സ് ഓൺ വേരിയസ് കമ്മോഡിറ്റീസ്, ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസിലേക്ക് ടാക്സ് ഇമ്പോസ് ചെയ്യാൻ, ടാക്സ് ഇത്ര ഒരു കമ്മോഡിറ്റിക്ക് ഇത്ര ടാക്സ് എന്നുള്ളത് ഇമ്പോസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഈ തിയറി ഓഫ് കൺസ്യൂമർ സർപ്ലസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇമ്പോർട്ടൻസ് ടു ദ ഗവൺമെൻറ്റിൽ പറയുന്നത്. The second one is importance to the monopolist. Importance to monopolistil പറയുന്നത് it is useful for the monopolist for fixing the price of his product. That means മോണോപോളിസ്റ്റിന് അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളൊരു തിയറി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 10 രൂപയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ അതിലും കുറച്ച് അല്ലെങ്കിൽ 10 രൂപ തന്നെ ഇട്ടിട്ട് ആ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് പറ്റും ഇല്ലേ. അപ്പോൾ കൺസ്യൂമറിൻ്റെ മനസ്സ് എത്രയാണെന്ന് ആദ്യം തന്നെ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കൂടി ഫിക്സ് ചെയ്യാൻ. സോ അതാണ് പറയുന്നത് ഇമ്പോർട്ടൻസ് ടു ദ മോണോപോളിസ്റ്റിക്കിൽ അവർക്ക് പ്രൈസ്, കമ്മോഡിറ്റിയുടെ പ്രൈസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് ഈ കൺസ്യൂമർ സർപ്ലസ് തിയറി യൂസ്ഫുൾ ആണ്. He can charge the high price from those who get the larger consumer surplus and the lower price from those who get the lower consumer surplus. That means അത്രയേ ഉള്ളൂ, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺസ്യൂമറിൻ്റെ മനസ്സറിഞ്ഞിട്ട് അവർ എത്രയാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഒന്നില്ലെങ്കിൽ ആ ലെവലിലെങ്ങാളും കുറച്ചിട്ടിട്ട് അവർക്ക് പ്രൊഡക്റ്റ് വിൽക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ലെവലിലെങ്ങാളും കൂടുതലിട്ടിട്ട് അവർക്ക് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. The third point is importance to comparing the standard of living. That means നമ്മൾക്ക് പീപ്പിൾസിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കമ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ടു യൂസ് ഇൻ ദ കമ്പയറിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബിറ്റ്വീൻ 2 areas where money incomes the same but the factors is difference. ദാറ്റ് മീൻസ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് സെയിം ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ദാറ്റ് മീൻസ് നമ്മുടെ മണി ഇൻകം നമ്മൾക്ക് സെയിം ആയിട്ടുള്ളവർക്കും പക്ഷേ അവർ ഡിഫറെൻറ്റ് ഏരിയാസിൽ താമസിക്കുന്നവരുമാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് അവരെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കമ്പയർ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യുക. ഇറ്റ് ഹെൽപ്സ് ടു യൂസ് ദ കമ്പയർ ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബിറ്റ്വീൻ 2 areas. ഡിഫറെൻറ്റ് ഏരിയാസിലുള്ള പീപ്പിൾസിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ തിയറി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് നമുക്ക് സെയിം ഇൻകം ലെവലുള്ള പീപ്പിൾസ് ഡിഫറെൻറ്റ് ലൊക്കാലിറ്റിയിൽ താമസിക്കുന്നവരുണ്ടായിരിക്കും. സോ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ പർച്ചേസിങ് എങ്ങനെയാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളൊരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. The next point is importance in the international trade. International trade means നമുക്കറിയാം അതർ കൺട്രീസുമായിട്ടുള്ള ട്രേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, international trade എന്ന് പറയുന്നത്. The consumer of the theory of consumer surplus is helpful to measuring the benefit from international trade. നമ്മൾക്ക് ഈ ഒരു തിയറി കൊണ്ട് നമ്മൾക്ക് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ബെനിഫിറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ഇഫ് ദ ഫോറിൻ ഗുഡ്സ് ആർ ചീപ്പർ ദാൻ ഡൊമസ്റ്റിക് ഗുഡ്, ഇറ്റ് ഈസ് ബെറ്റർ ടു പർച്ചേസ് ഫോറിൻ ഗുഡ്സ് ബിക്കോസ് കൺസ്യൂമർ സർപ്ലസ് വിൽ ബി മോർ ഫ്രം ദ ഫോറിൻ ഗുഡ്സ് ദാൻ ഡൊമസ്റ്റിക് ഗുഡ്സ്. ദാറ്റ് മീൻസ് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോറിൻ ഗുഡ്സിൻ്റെ റേറ്റ് നമ്മൾക്ക് അറിയാനായിട്ട് പറ്റും. ബിക്കോസ് ഫോറിൻ ഗുഡ്സ് നമ്മുടെ ഡൊമസ്റ്റിക് ഗുഡ്സിനേക്കാളും ചീപ്പറായിട്ട്, അതായത് റേറ്റ് കുറവിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് പീപ്പിൾസ് ഏത് ഗുഡ്സാണ് പർച്ചേസ് ചെയ്യുക, ഫോറിൻ ഗുഡ്സാണ് പർച്ചേസ് ചെയ്യുക. സോ കൺസ്യൂമർ സർപ്ലസ് മോർ ഗോ ടു ഫോറിൻ ഗുഡ്സ്. നമ്മുടെ ഡൊമസ്റ്റിക് ഗുഡ്സിനേക്കാളും എപ്പോഴും പീപ്പിൾസ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫോറിൻ ഗുഡ്സിനായിരിക്കും. ബിക്കോസ് എന്താണ്, ഫോറിൻ ഗുഡ്സിൻ്റെ ക്വാളിറ്റി കമ്പയർ ടു ഹൈ ആയിരിക്കും എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഫോറിൻ ഗുഡ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ അതാണ് പറയുന്നത് ഇമ്പോർട്ടൻസ് ടു ഇൻ്റർനാഷണൽ ട്രേഡ്. നമുക്ക് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ബെനിഫിറ്റ്സ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫോറിൻ ഗുഡ്സിനാണോ ചീപ്പർ റേറ്റ്, ഡൊമസ്റ്റിക് ഗുഡ്സിനാണോ ചീപ്പർ റേറ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഏത് ഗുഡ്സിനാണ് ചീപ്പർ റേറ്റ് എന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഡൊമസ്റ്റിക് ഗുഡ്സിനേക്കാളും ചീപ്പർ റേറ്റിൽ ഫോറിൻ ഗുഡ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഗോ ടു ബൈ എ ഫോറിൻ ഗുഡ്സ്. സോ അതാണ് പറയുന്നത് ഇമ്പോർട്ടൻസ് ടു ഇൻ്റർനാഷണൽ ട്രേഡ്. ദ നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഇൻ മെഷറിങ് ദ വാല്യൂ. നെക്സ്റ്റ് പറയുന്നത് നമ്മൾക്ക് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഈസ് യൂസ്ഫുൾ ഇൻ മെഷറിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഇൻ യൂസ് ആൻഡ് വാല്യൂ ഇൻ എക്സ്ചേഞ്ച്. ദാറ്റ് മീൻസ് നമ്മൾക്ക് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ്സിൻ്റെ വാല്യൂ
വാല്യൂ ഇൻ യൂസും വാല്യൂ ഇൻ എക്സ്ചേഞ്ചും. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തതിൻ്റെ വാല്യൂം നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഇമ്പോർട്ടൻസ് ഇൻ മെഷറിങ് ദ വാല്യൂവിൽ പറയുന്നത്. കൺസെപ്റ്റ് ഓഫ് സർപ്ലസ് യൂസ്ഫുൾ ടു മെഷറിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഇൻ യൂസ് ആൻഡ് വാല്യൂ ഇൻ എക്സ്ചേഞ്ച്. വാല്യൂ ഇൻ യൂസിൻ്റെയും എക്സ്ചേഞ്ചിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. സോ ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. നമ്മളൊരു 5 പോയിൻറ്റ്സ് പറഞ്ഞിരുന്നു. ആ പോയിൻറ്റ്സ് റിട്ടേൺ എഴുതി നോട്ട് വയ്ക്കാം. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. കൺസ്യൂമർ സർപ്ലസിൻ്റെ അസംഷൻസ് എന്താണെന്നുള്ളത് നോട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മിസ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് അസംഷൻസ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ്, ലിമിറ്റേഷൻസ്, ആൻഡ് ഓൾസോ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് എന്തെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് ക്ലിയർ ചെയ്യുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.